പറയുമ്പോൾ വലിയ ആവേശത്തോടെയാണ് പറയുന്നത്. ധീര സൈനികനാണ്, വീരാഞ്ജലിയാണ്, അതിനേക്കാൾ വലിയ ബലിദാനമാണ് നൽകുന്നത്. രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്, അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടോ ആ പറയുന്ന വാക്കുകളോട് എന്തെങ്കിലും നീതിയോ ന്യായമോ ഉണ്ടോ? കഴിഞ്ഞ ദിവസം വെറും 5 മാസം മാത്രം ഒരു ചെറുപ്പക്കാരനോടൊപ്പം ജീവിച്ച ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പേരിലുള്ള ഒരു മരണാനന്തര ബഹുമതി നൽകുന്ന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. ക്യാപ്റ്റൻ അഞ്ജുമാൻ സിംഗ് എന്ന് പറയുന്ന 26 പഞ്ചാബ് ബറ്റാലിയനിലെ ഒരു ധീര സൈനികനാണ് അദ്ദേഹം വെറും 5 മാസം മാത്രമാണ് ഈ ഭാര്യയുമായി ജീവിച്ചത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ സങ്കടക്കടലിൽപ്പെട്ട് ആ പെൺകുട്ടിയെ കണ്ടാൽ 5 മാസമല്ല 50 വയസ്സിന്റെ കാഴ്ച വ്യത്യാസമുണ്ട് അവരുടെ മുഖത്തെ ദുഃഖത്തിൽ, സങ്കടത്തിൽ, കണ്ണീരിൽ. രാജ്യമങ്ങോർത്ത് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, വലിയ വീരശൂര പരാക്രമങ്ങൾ പറഞ്ഞ് വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. എന്നിട്ടോ ഇത്രമേൽ ജീവൻ പണയം വെച്ച് ജീവിക്കുന്ന ഈ സൈനികരോട്, അവരുടെ കുടുംബാംഗങ്ങളോട്, അവരുടെ വിരമിക്കലിന് ശേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റി തിരിച്ചെത്തുമ്പോഴോ ഈ രാജ്യം കാണിക്കുന്ന താല്പര്യം എത്രത്തോളമാണ്? ഈ ആവേശങ്ങൾക്കപ്പുറം എന്താണ് മടക്കി നൽകുന്നത്? അത് ഓർക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ബാക്കിയാവുന്നത് ഇതുപോലെ വീരശൂര പരാക്രമം നിറഞ്ഞ ചില സല്യൂട്ടുകളും അതിൻ്റെ ചില ദൃശ്യങ്ങളും അതിൻ്റെ ചില കാഴ്ചകളും മാത്രമായി തീരുന്നത്. അറിയണം രാജ്യമത്. വലിയ ബലിദാനം പറയാനും വലിയ ബഹുമാനം പറയാനും രാജ്യസ്നേഹം പറയാനും സൈനികർ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയാനും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാത്തവനെ തല്ലിക്കൊല്ലും എന്ന തരത്തിലേക്കൊക്കെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും ഇവരുടെ സേവനങ്ങളെ വാനോളം ഉയർത്തി പറഞ്ഞ് എവരാണെല്ലാം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവരോട് ഓരോ രാജ്യവും സംസ്ഥാനവും ഒക്കെ കാണിക്കുന്ന സമീപനം അത് എന്താണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ നഷ്ടങ്ങളെ, ഈ ത്യാഗങ്ങളെ, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനങ്ങളെ എത്ര വില കുറച്ചാണ് ഈ സമൂഹവും രാജ്യവും സംസ്ഥാനവും ഒക്കെ കാണുന്നതെന്ന് ഒന്ന് ചുറ്റുപാടിൽ നോക്കിയാൽ മനസ്സിലാവും. വളരെ ദീർഘനാൾ ഈ സൈനിക സേവനം നടത്തി തിരിച്ചു വരാൻ ഭാഗ്യമില്ലാത്തവർക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ വിധവയായ ഒരു ഭാര്യ സങ്കടക്കണ്ണീരോടെ വന്നു നിന്ന് ഇത് ഏറ്റുവാങ്ങുന്നതിൻ്റെ വലിയ ദൃശ്യം വികാരപൂർവ്വം ഒരുപാട് ലൈക്കുകളോടെയും കമൻറ്റുകളോടെയും എവിടെയെങ്കിലുമൊക്കെ ഒഴുകുന്നത് കാണാം. അത് ഒഴുകി ഒരൊറ്റ പോക്കാണ്. അത് കഴിഞ്ഞ് മരിക്കാതെ തിരിച്ചു വരുന്ന സൈനികരുടെ സ്ഥിതിയോ മരിച്ചതിനേക്കാൾ കഷ്ടമാണ് എന്നതാണ് സത്യം. പിന്നീട് അവർ എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ 500, 600, 1000, 700 രൂപ ദിവസവേതനത്തിന് അല്ലെങ്കിൽ വിറക് വെട്ടാൻ, പൊറോട്ട അടിക്കാൻ, ചായക്കട നടത്താൻ ഒക്കെ പോകേണ്ടി വരുന്ന സ്ഥിതിയാണ്. ഇത് ഫുൾ ടൈം ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച സൈനികരുടെ സ്ഥിതിയാണ്. അപ്പോഴാണ് അടുത്ത അഗ്നിവീർ വരുന്നത്. അതിലാണെങ്കിൽ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ കുറെ നാൾ ജോലി ചെയ്ത ശേഷം അവർ മരണപ്പെട്ടു കഴിയുമ്പോൾ പിന്നീട് ലഭിക്കുന്ന ആനുകൂല്യം ഇൻഷുറൻസ് തുകയാണ്. രാജ്യത്തിന് വലിയ ബാധ്യതയൊന്നുമില്ല. ഇൻഷുറൻസ് തുക വാങ്ങിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം. പറയുമ്പോഴോ ദേ ഈ നീളത്തിൽ സൈനികനാണ്, മറ്റേതാണ്, അല്ലാത്തതാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഒരു സൈനികൻ മരിക്കുമ്പോൾ മരിച്ചുപോയി എന്നെങ്ങാനും പറഞ്ഞാൽ അതിൻ്റെ താഴെ സൈനികനെ ആക്ഷേപിച്ചു, സൈനികനെ അങ്ങനെ പറഞ്ഞു, ബലിദാനമെന്ന് പറഞ്ഞില്ല, രാജ്യത്തിന് വേണ്ടിയുള്ള അങ്ങനെ പറഞ്ഞില്ല. ഇത്തരം കുറേ വാക്കും പിന്നെ അതിൻ്റെ അപ്പുറത്തെ കുറേ കുന്തവും കുടച്ചക്രവും ഒക്കെ പറച്ചില്ലല്ലാതെ പ്രവൃത്തിയിൽ ഇവരെ ഒന്ന് സഹായിക്കാൻ, ഇവർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ ഒരു സാഹചര്യം ഒരുക്കാൻ ഏത് സംവിധാനം, ഏത് ബഡ്ജറ്റ്, എന്തു പദ്ധതി? ഒരു കുന്തവുമില്ല. എന്തിന്? ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും അവർ ചെയ്തിട്ടുള്ള ത്യാഗത്തിന് അനുഗുണമായ എന്തെങ്കിലും ഒരു സ്മാരകമുണ്ടോ? എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അവർക്കായി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സേവന സഹായ പദ്ധതിയുണ്ടോ? ഒന്നുമില്ലെന്നുള്ളതാണ് വാസ്തവം. വർഷങ്ങളോളം പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനികന്റെ ഈ അവസാന മണിക്കൂറുകളിലെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും ഒക്കെ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. നേരിട്ട് കണ്ട ഒരാൾ, സൈനികൻ.